ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു കാസർഗോഡൻ സ്റ്റൈലിലുള്ള കറിയാണ്. അപ്പോൾ നമുക്കിത് ഒരു കറി ഉണ്ടാക്കിയിട്ട് ഒരു 3-4 രീതിയിൽ വെറൈറ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ള വറ്റൽമുളകാണ്. ഏകദേശം 25ഓളം വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത മുളകാണിത്. കഴുകി എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് ആറി വരുന്ന രീതിയിൽ ഒന്ന് ഉണക്കിയെടുത്താൽ മതി. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഇപ്പോൾ കയ്യിലെടുക്കുമ്പോൾ ഒരു പിടി നിറച്ച് എടുത്താൽ മതി. ഇങ്ങനെ കൈ അളവാണെങ്കിൽ ഒരു പിടി നിറച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ഒരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. ഒരു ചെറിയ രീതിയിലൊന്ന് വറുത്തെടുത്താൽ മതി. നല്ലോണം കളറ് മാറി അങ്ങനെ ഡാർക്ക് ബ്രൗൺ ആവാനൊന്നും നിൽക്കണ്ട. ചെറുതായിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് മാറ്റാം. അപ്പോൾ ഇത് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് മാറ്റാം. ഇത് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാട്ടെ. ഇതിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ ഓവറായിട്ട് ഇത് റോസ്റ്റായി പോവും. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഈ ഒരു സെയിം പാനിൽ തന്നെ 1/2 കപ്പ് മല്ലിയും കൂടെ നമ്മൾ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കഴുകി ഉണക്കിയെടുത്തിട്ടുള്ള മല്ലിയാണ്. 1/2 കപ്പാണ് കേട്ടോ ഈ ഒരളവിൽ. ഏകദേശം നമുക്ക് 1 കിലോ 1.5 കിലോ ചിക്കനൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള അളവാണ്. 1 കിലോ മുതൽ 1.5 കിലോ ചിക്കൻ വരെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതും ഒരു പാകത്തിന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വറുത്ത് ഇതും നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. ഇതും നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഒരു മുളക് കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഈ ഒരു കുതിർത്ത് വെച്ച വെള്ളം നമ്മൾ കളയണ്ട കേട്ടോ. ഇതും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ മല്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുതിർത്ത് വെക്കുന്നത്. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്തിട്ട് നമുക്ക് പാകത്തിന് വേറെ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പോരാന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഗ്രൈൻഡറിലാണെങ്കിൽ ഗ്രൈൻഡറിൽ അരച്ചെടുക്കാം. അപ്പോൾ ബ്ലെൻഡറിൽ ഇതുപോലെ നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ മിക്സിയുടെ ബ്ലെൻഡറിൽ തന്നെ നന്നായിട്ട് തന്നെ അരച്ചെടുത്താൽ മതി പാകത്തിന് വെള്ളം ചേർത്തിട്ട്. ഇനി നമുക്കിത് കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. ഇത് ചൂടായി വരുമ്പോഴേക്കും 2 സവാള, ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള 2 സവാള ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ചെറിയ സവാളയാണെങ്കിൽ 3 എടുക്കുക കേട്ടോ. മീഡിയം സൈസിലുള്ളതാണെങ്കിൽ 2 മതി. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അങ്ങനെ നല്ലോണം വഴന്ന് അങ്ങനെ വരണമെന്നില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. അതുപോലെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില മസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക്. അപ്പോൾ ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ അല്ലാത്ത കാസർഗോഡ് കൂടുതലും ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യാറുള്ളത്. പിന്നെ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടും ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അതും നമുക്ക് എളുപ്പത്തിലെല്ലാം കൂടെ കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്ന ആ ഒരു രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇത്രയും മതി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയും 2 തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള 2 തക്കാളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഒരു തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വടയുന്ന പരുവത്തിൽ അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1.5 കിലോൻ്റെ അടുത്ത് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക. ഏകദേശം 1 മിനിറ്റും വേണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലോട്ട് നേരത്തെ അരച്ച് വെച്ച മുളക് കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് മുളക് അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിനുള്ള വെള്ളവും കൂടെ ഞാൻ ഈ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ വേകാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ഇച്ചിരി ഇഞ്ചി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി മതിയാകും. മുളക് കറി മാത്രമായിട്ട് കഴിക്കുമ്പോൾ ഇഞ്ചി അതുപോലെ മല്ലിയില അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. നമ്മൾ ചിക്കൻ വെന്ത് വരുമ്പോഴേക്കും ചേർത്ത് കൊടുത്താലും മതി. ഞങ്ങൾ തേങ്ങ വറുത്തരച്ച കറി ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഇഞ്ചി മല്ലിയില അരിഞ്ഞതൊന്നും പൊതുവേ ചേർത്ത് കൊടുക്കാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക പാകത്തിന്. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട്, ഇപ്പോൾ ചിക്കൻ വേകാനുള്ള വെള്ളമൊക്കെ ഉണ്ട് ഇതിൽ. ഇനി മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു ചിക്കനൊക്കെ ഇവിടെ കിട്ടുന്ന ചിക്കനൊക്കെ പെട്ടെന്ന് വേകാറുണ്ട്. അപ്പോൾ ചിക്കൻ്റെ വേവ് അനുസരിച്ച് വേവിച്ചെടുത്താൽ മതി.
ഇതിപ്പോൾ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്, ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു രീതിയിൽ ചെയ്യാറുള്ള മുളക് കറി. ഇനി നമ്മൾ തേങ്ങ വറുത്തരച്ച് ചേർത്ത് കൊടുക്കാറുണ്ട്. അതിന് ഇത്രയൊന്നും മുളക് കറിയുടെ ആവശ്യമില്ല കേട്ടോ. കുറച്ച് മുളക് കറിയാണ് വേണ്ടത്. കുറച്ച് മുളക് കറിയും ചിക്കൻ പീസും. പിന്നെ ഈ ഒരു മുളക് കറി മാത്രമായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. ഗീ റൈസ്, പുഴുക്കലരി ചോറ്, അതുപോലെ വെള്ളപ്പം, പിന്നെ ഇഡലി, ഞങ്ങൾ അപ്പം പോളാന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അതിനൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ ഒരു മുളക് കറി. അപ്പോൾ ഞാനൊരു ഇച്ചിരി മല്ലിയിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മുളക് കറി മാത്രമായിട്ട് കഴിക്കുമ്പോൾ കുറച്ച് മല്ലിയിൽ അരിഞ്ഞതും അതുപോലെ ഇഞ്ചി ക്രഷ് ചെയ്തത് വേണമെങ്കിൽ എരിവിന് ഒരു 1-2 പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ. അല്ലാതെ ഞങ്ങൾ തേങ്ങ വറുത്തരച്ച് ഉണ്ടാക്കിയെടുക്കുന്ന കറി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒന്നും ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിലോട്ട് ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇതിലിപ്പോൾ വേറെ രീതിയിൽ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ചിലപ്പോൾ ചിക്കനൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കഴിയും. നമ്മളിങ്ങനെ ചാറൊക്കെ ഉണ്ടാക്കും, തേങ്ങ വറുത്തരച്ചൊക്കെ ചേർക്കുമല്ലോ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ മുളക് കറിയായിട്ടൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ മുളക് കറി മാത്രമായിട്ട് കുറച്ച് ബാലൻസ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ മുട്ട ചേർത്തിട്ടും കഴിക്കാറുണ്ട്. മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുത്തിട്ട് മുളക് കറിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് ഒരു മുട്ടക്കറി രീതിയിലും എടുക്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്നത് വേറൊരു രീതിയിൽ നമ്മൾ ഈ ഒരു മുളക് കറി കുറച്ച് പാത്രത്തിലോട്ട് ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു വറവാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിലോട്ട് ചിരകിയ തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. മുളക് കറി ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തീരെ ഇല്ല തേങ്ങ മാത്രം കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ ടേസ്റ്റിൽ മാറ്റം വരും. ഇനി ഇത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുളക് കറി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചെടുത്തിട്ട് ഇതുപോലെ നമുക്ക് വറവ് കറി ഉണ്ടാക്കാം. അതുപോലെ മുളക് കറിയായിട്ടും ഇടയ്ക്ക് നമുക്ക് അതുപോലെയും സെർവ് ചെയ്യാം. പിന്നെ വേറെ രീതിയിലും കാണിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ചിക്കൻ പീസൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങിയത് ചേർത്തിട്ട് ഒരു മുട്ടക്കറി പോലെയും സെർവ് ചെയ്യാറുണ്ട്. അങ്ങനെ പല രീതിയിലും ചെയ്യാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. നമ്മൾ കാസർഗോഡൻ പള്ളിക്കറി എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ കാണുമ്പോൾ ഏകദേശം ആ ഒരു രീതിയിലൊക്കെ ഉണ്ടാവും. ഒരു പള്ളിക്കറി പത്തിരിയുടെ കൂടെ ഒക്കെ കിട്ടുന്ന രീതിയിൽ. പക്ഷേ ടേസ്റ്റിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ആ ഒരു കറി വേറെ തന്നെയാണ്. അത് ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിന്. നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ആ ഒരു പള്ളിക്കറി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതും ഏകദേശം നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് കഴിക്കാൻ പറ്റിയൊരു കറി തന്നെയാണ്. പത്തിരി, ചപ്പാത്തി, ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കാറുള്ള കൽത്തപ്പം, കടുമ്പ്, അതിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു വറവ് കറി. ഇതുപോലെയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുപോലെയും ചെയ്ത് നോക്കാം കേട്ടോ, ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനി നമുക്കിതിലോട്ടുള്ള ഒരു മെയിൻ കറിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 3 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങയും വേറൊരു തേങ്ങയുടെ പകുതിയും മീഡിയം സൈസിലുള്ള 3 മുറി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു പാത്രത്തിലിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇത് വറുത്തെടുത്തിട്ടുണ്ട്, ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറി കഴിയുമ്പോൾ ബ്ലെൻഡറിലിട്ടിട്ട് പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ചൂടാറിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഒന്നിച്ച് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 2 ബാച്ചായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇത് അരഞ്ഞ് വരുമ്പോഴേക്കും ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണൊക്കെ മതിയാകും, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ ആദ്യം തന്നെ സവാള ചേർക്കുന്നില്ല. ആദ്യം ഇതൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുത്തിട്ട് പിന്നീട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം 1 ടേബിൾ സ്പൂണൊക്കെ മതിയാകും അരിഞ്ഞെടുത്ത സവാള ഇതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മുളക് കറി. ആ മുളക് കറിയിൽ നിന്നും നമുക്ക് മുളക് കറിയായിട്ട് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് കറി മാറ്റി വെക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ അരച്ച 1.5 തേങ്ങ ഉണ്ടല്ലോ, 3 മുറി തേങ്ങ, ആ തേങ്ങയ്ക്ക് ഇത്രയൊന്നും മുളക് കറി ആവശ്യമില്ല കേട്ടോ. ഒരിച്ചിരി മുളക് കറി മാത്രമാണ് നമ്മൾ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ വീട്ടിലൊക്കെ ചെയ്യാറുള്ള കറിയാണ്. മുളക് കൂടിപ്പോയാൽ ആ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല.
തേങ്ങ അരച്ച് ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഞങ്ങളതിനെ ചാറ് എന്ന് പറയും. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ മുളക് കറി കൂടുതൽ മാറ്റി വെക്കാം കേട്ടോ. കുറച്ച് മാത്രം മതി. നമ്മൾ ചിക്കൻ പീസ് തന്നെ കൂടുതൽ എടുക്കുമ്പോൾ അതിൽ തന്നെ പരണ്ടിരിക്കുന്ന മുളക് തന്നെ മതിയാകും. നല്ല തിക്കായിട്ടുള്ള കറിയാണെങ്കിൽ, ഇതിപ്പോൾ അത്ര തിക്കായിട്ടുള്ള കറിയല്ല, ഞാൻ കുറച്ച് കൂടുതൽ മാറ്റി വെച്ചിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കറി ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. നിങ്ങൾ ഈ ഒരു ചാറ് ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, കാസർഗോഡുള്ളവരാണെങ്കിലും കൂടുതലും ഈ ഒരു രീതിയിലല്ല ചെയ്യാറുള്ളത്. ഈ ഒരു രീതി നിങ്ങൾ ചെയ്ത് നോക്കാട്ടോ. പത്തിരിയുടെ കൂടെ ഒക്കെ ഒന്നും പറയണ്ട, അത്രയും ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതിലോട്ട് ഇഞ്ചിയും അതുപോലെ മല്ലിയില അരിഞ്ഞതൊന്നും ചേർക്കാറില്ല മുളക് കറിയിലോട്ട്. മുളക് കറി മാത്രമായിട്ട് കഴിക്കുമ്പോൾ അതിലോട്ട് മാത്രമാണ് കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുക്കാറുള്ളത്. ഇനി ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുമ്പോൾ കറിവേപ്പില മസ്റ്റാണ് കേട്ടോ. ഒരു 2-3 തണ്ടൊക്കെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില എന്തായാലും ചേർത്ത് കൊടുക്കണം. അതാണ് ഇതിൻ്റെ വേറൊരു സീക്രറ്റ് എന്ന് പറയുന്നത് കേട്ടോ. കറിവേപ്പില ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ടേസ്റ്റ് തന്നെ മൊത്തത്തിൽ മാറിപ്പോവും. എല്ലാ കറിക്കും നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പോലെയല്ല ഈ ഒരു കറിക്ക് കറിവേപ്പില എന്തായാലും ചേർത്ത് കൊടുക്കാം. ഒരു 2-3 തണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. മുളക് കറിയിൽ ഓൾറെഡി ഉപ്പുണ്ട്, അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇത് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ ചിക്കൻ മുളക് കറി ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒരു ദിവസം മുളക് കറിയായിട്ടും ഒരു ദിവസം ഇതുപോലെ ചാറ്, ഒരു ദിവസം വറവ് കറി. ഇനിയിപ്പോൾ ഒന്നും ചിക്കൻ പീസൊക്കെ കഴിഞ്ഞിട്ട് വെറും ഇതിൽ ചാറ് മാത്രം ഉണ്ടാകുമ്പോൾ മുട്ട പുഴുങ്ങിയത് ചേർത്തിട്ട് മുളക് കറിയും അതുപോലെ ഇതുപോലെ ചാറും എന്ന രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്, മുട്ടക്കറി എന്ന രീതിയിലും. അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.